ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചി ഹൈക്കോർട്ടിലെ വാട്ടർ മെട്രോ സ്റ്റേഷനിലാണ്. ആൻഡ് ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ വേറൊരാളുണ്ട്. ദിസ് ഇസ് സുപർണ. ഹായ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം ഞങ്ങൾ രണ്ടാളും ഇന്ന് മൊത്തം ഇപ്പം ഞങ്ങൾ ഫോർട്ട് കൊച്ചി പോവാണ്. ഫോർട്ട് കൊച്ചി പോയിട്ട് ബിരിയാണി കഴിക്കാൻ പറ്റുന്നതായിരിക്കും. അതെ, അവിടുന്ന് ബിരിയാണി കഴിച്ച് പിന്നെ മടങ്ങും. ജസ്റ്റ് ഒരു ഔട്ടിങ് മാത്രം. അപ്പോൾ ഇത് ഞങ്ങൾ രണ്ടാളും ഫസ്റ്റ് ടൈമാണ് വാട്ടർ മെട്രോ എക്സ്പീരിയൻസ്. അപ്പോൾ അതൊക്കെ കാണിക്കാന്ന് വെച്ചു. സോ സ്റ്റേ ട്യൂൺ. എന്തേ പറയണ്ടോ? ഓക്കെ, ബാക്കി അവിടെ നമുക്ക് വരുന്ന പോലെ കാണാം. ടയേർഡാകുമ്പോൾ ഒരു ഇളനീര് കുടിക്കാന്ന് തോന്നും, പക്ഷെ ചെയ്യരുത്. മെറൈൻ ഡ്രൈവിലാണ് ഈ ഹൈക്കോർട്ട് മെട്രോ ടെർമിനൽ ഉള്ളത്. വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള 4 റൂട്ടുകളാണുള്ളത്. ഹൈക്കോർട്ട് ടു ചിറ്റൂർ, ഹൈക്കോർട്ട് ഫോർട്ട് കൊച്ചി, ഹൈക്കോർട്ട് വൈപ്പിൻ ആൻഡ് വൈറ്റ്ല കാക്കനാട്. അതല്ലാതെ ഏലൂർ, ബോൾഗാട്ടി, ചേർനല്ലൂർ എന്നീ സ്റ്റേഷനിലും സർവീസ് ഉണ്ട്. നമ്മൾ വിചാരിച്ചു വാട്ടർ മെട്രോ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, വരിക, ടിക്കറ്റ് എടുക്കുക, അപ്പം തന്നെ കൂട്ടുക, അങ്ങനെയായിരുന്നു വിചാരിച്ചത്. പക്ഷെ അറ്റ് എ ടൈം എത്ര 90 അല്ലേ 95 ആൾക്കാരാണ് അറ്റ് എ ടൈം ഒരു ബോട്ടിൽ പോകുന്നത്. ആ കൗണ്ട് കഴിഞ്ഞതിന് ശേഷം അവർ കയറിയതിന് ശേഷം മാത്രമേ അടുത്ത ആൾക്കാർ പോകുള്ളൂ. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വലിയൊരു ക്യൂവിൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇപ്പം നമ്മൾ പോസ്റ്റാണ്. ഹൈക്കോർട്ട് ടു ഫോർട്ട് കൊച്ചി ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് 40 റുപ്പീസാണ് ആൻഡ് ടൈം 20 മിനിറ്റ്സ്. ജസ്റ്റ് ഒന്ന് വാട്ടർ മെട്രോ എക്സ്പ്ലോർ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കുറച്ച് നേരത്തെ പോകുന്നതായിരിക്കും ബെറ്റർ. 7 to 8 മണിയൊക്കെ ആകുമ്പോൾ അധികം തിരക്കുണ്ടാവില്ല, വെയിറ്റ് ചെയ്യേണ്ടിയും വരില്ല. വാട്ടർ മെട്രോ കയറി നല്ല നൈസ് വൈബ്, നല്ല വൃത്തിയുണ്ട്. അധികം ആവാത്തോണ്ടായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ ശരിയായി. വിൻഡോ സീറ്റ് നോക്കി പിടിച്ചു. അതെ, യാത്രയിൽ പോകെ തിരിയും. ജസ്റ്റ് 40 റുപ്പീസിൽ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയൊക്കെ കണ്ട് AC മെട്രോയിൽ പോകുന്നത് എന്തുകൊണ്ടും വേർത്താണ്. സോ ഞങ്ങൾ ഫോർട്ട് കൊച്ചി സ്റ്റേഷൻ എത്തി. സമയം ഉച്ചയായതുകൊണ്ടും നല്ല വിശപ്പുള്ളതുകൊണ്ടും ഫസ്റ്റ് പ്ലാൻ ഫുഡ് അടി തന്നെയാണ്. ആൻഡ് വി റീച്ച്ഡ് ദി ഫേമസ് കായ്സ് ഹോട്ടൽ ഇൻ മട്ടാഞ്ചേരി. നമ്മൾ കായ്സിന് ഫുഡ് കഴിച്ചു. എന്താ പറയുക, ഹൈപ്പിന് മാത്രം ഒന്നും വലിയ ടേസ്റ്റ് ഒന്നുമില്ല. റീസണബിളാണ് ഭയങ്കര. 80 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ സിംഗിൾ ബിരിയാണി, ചിക്കൻ ബിരിയാണിക്ക്. മട്ടനൊക്കെ കഴിഞ്ഞു പോയായിരുന്നു, അതുകൊണ്ട് റോങ് ചോയ്സ് ആയിപ്പോയി അല്ലേ. മീൻസ് അത്ര പറയുന്ന അത്ര ഇല്ല, നല്ല കുഴപ്പമില്ല. സിംഗിൾ വാങ്ങിയതുകൊണ്ട് വലിയ വേറെയും എന്തെങ്കിലും കഴിക്കാലോ. അതെ, പിന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പായിരുന്നു, അതുകൊണ്ട് കഴിച്ച് തീർന്നൊന്നും അറിഞ്ഞിട്ടില്ല. അതിനുശേഷം ഞങ്ങൾ കഴിച്ചു എന്തെങ്കിലും സ്വീറ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഫ്രഞ്ച് ടോസ്റ്റ് കഫേയിലെത്തി. ഞങ്ങളൊരു സ്വീറ്റ് എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ ആകെ 2 പേസ്ട്രീസ് കാണിച്ചു, അതിലേതെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യണം എന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ ഓപ്ഷൻസ്. അതെ, ഞങ്ങളൊരു ചോക്ലേറ്റ് പേസ്ട്രി ഓർഡർ ചെയ്തു, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ബെസ്റ്റ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കഫേയിൽ വന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തത്. സോറി, എടുത്തോ ഫോട്ടോ എടുത്തു. ഈ ഒരു എന്താ ഇതിൻ്റെ ഫുൾ നെയിം? ചോക്ലേറ്റ് ഹോം സ്റ്റൈല സം കൈൻഡ് ഓഫ് അങ്ങനെ എന്തോ പേരാണ്. ഹോം സ്റ്റൈൽ ചോക്ലേറ്റ് പേസ്ട്രി. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേറെ ഒരുപാട് പേസ്ട്രി ഓപ്ഷൻസ് ഒന്നും ഇവിടെ കണ്ടിട്ടില്ല. ആംബിയൻസ് കുഴപ്പമില്ല, പക്ഷെ കുറച്ച് ഓവർ ഹൈറ്റ് ആയി തോന്നുന്നു. എന്താ അറിയില്ല, പോകുന്ന എല്ലാ സ്ഥലങ്ങളും കുറച്ചൊരു നമ്മൾ ഓവർ ഹൈറ്റ് ആയിട്ടുള്ള പോലെ തോന്നുന്നു. കുഴപ്പമില്ല, കുറച്ചൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്ന ലൈറ്റ് മ്യൂസിക്. അതെ, അതൊക്കെ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുവാണ്. അല്ലാണ്ട് ഭയങ്കര ഒരു സംഭവം എന്ന് പറയാൻ അല്ലാണ്ട് ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാവ്, വണ്ടർഫുൾ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പൊ കുറച്ച് മുന്നേ പറഞ്ഞേ ഉള്ളൂ നല്ല മ്യൂസിക് ഒക്കെയാണ്, പക്ഷെ ഇപ്പൊ ഞങ്ങൾ എന്തോ ഒരു
എന്തൊരു ഹൊറർ ഫീൽ നമ്മൾ അതെ അതും ഇവിടുന്ന് പ്രതീക്ഷിക്കും പ്രതീക്ഷിക്കാം. നല്ലത്. റിഫ്രഷിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മറ്റാരുമല്ല. അല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഹായ് ഗൈസ്, ഞങ്ങൾ ഒരു ഇളനീര് കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി അരമോശം ഒന്നും പറയാനില്ല. ഇതിന് ഇളനീരിന്റെ അല്ല, വേറെന്തോ ടേസ്റ്റ് ഒക്കെ വരുന്നത്. നിങ്ങൾക്ക് ഇളനീര് തന്നെ വേണമെങ്കിൽ ഇവിടുന്ന് കുടിക്കരുത്, അതല്ലാതെ ഇളനീര് പോലെ എന്തെങ്കിലും ആണെങ്കിൽ ഇത് മതി അല്ലേ. അതെ. ടേസ്റ്റ് ഇളനീരിൻ്റെ അല്ല. അല്ല, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഫോർട്ട് കൊച്ചി ഇളനീര് കുടിക്കരുത്. ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം. ഇനി എങ്ങാനും ആരെങ്കിലും ഫോട്ടോ വെച്ചിട്ട് വെറുതെ വരാതെ വെച്ചാൽ ടയേർഡാകുമ്പോൾ ഒരു ഇളനീര് കുടിക്കാന്ന് തോന്നും, പക്ഷെ ചെയ്യരുത്. ഇനി നമ്മൾ പനമ്പള്ളിയിൽ പോയിട്ട് വളരെ ഫേമസ് ആയ 2 സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഒരു സർപ്രൈസ് ആണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഭയങ്കരമായ എക്സ്പെക്ടേഷനും ഉണ്ടല്ലേ. ഓക്കെ, ഇനി അവിടെ എത്തിയിട്ട് കാണിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ എക്സ്പെക്ട് ചെയ്തിട്ട് വന്ന സെലിബ്രിറ്റി കഫേ നമ്പർ ടൗണിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ ഓർഡർ ചെയ്തത് പാസ്ത. കോമ്പാക്റ്റ് ആണ്. ചിലപ്പോൾ ഞങ്ങൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ട് ഉണ്ടാണോ എന്നറിയില്ല. ഭയങ്കര ഒരു ആംബിയൻസും സ്പേസും അങ്ങനെയൊന്നും ഇതില്ല. പക്ഷെ ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് പറയാം എത്രത്തോളം. യെസ്, അപ്പം ഇന്ന് കഴിച്ചതിൽ ഏറ്റവും ഒന്ന് ക്ലിക്കായത്, ഹിറ്റായത്, അഥവാ ടേസ്റ്റ് ഉണ്ടായിരുന്നത് ഇവിടുത്തെ പാസ്ത ആയിരുന്നു. നല്ല പാസ്ത. ഞങ്ങളിനി എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ഇതിലൂടെ നടക്കും. നടന്ന് ഒന്നിക്ക് ദാഹിക്കും, അല്ലെങ്കിൽ വിശക്കും. അപ്പൊ നമ്മളൊരു കഫേക്ക് നിർബന്ധമാണ്. അതാ, എല്ലാം ഒരുമിച്ച് കഴിക്കാനും പറ്റില്ല. ഇതാകുമ്പോൾ ഒരുപാട് കഴിച്ച പോലെയും ഇല്ല. അങ്ങനെ ഹലോ, ഞാൻ നേരത്തെ കാണിച്ച പോലെ നമ്മൾ ഇടം കഫേയിലെത്തി. സിംഗർ സിത്താരയുടെ കഫേയാണിത്. ആൻഡ് ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ നല്ല രസമുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടേയിരിക്കാം. പക്ഷെ ഭക്ഷണം വന്നാൽ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതിൽ ഞങ്ങൾ 2-3 സാധനങ്ങൾ നോക്കി. അതിൽ ഞങ്ങൾ പറഞ്ഞ സാധനങ്ങൾ ഇപ്പം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളൊരു ചിക്കൻ ബൈറ്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിന് വെയിറ്റ് ചെയ്യണം. നല്ല മ്യൂസിക്, നല്ലൊരു ആംബിയൻസ്. പല രീതിയിൽ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത ക്യുക്ക് സ്നാക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത്രയും ടൈം ആയപ്പോൾ തന്നെ ഫോണിൻ്റെ ചാർജ് തീർന്നു. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.